അതെ സുഹൃത്തുക്കളെ, ഞാനിന്ന് പാലക്കാട് മലപ്പുറം ജില്ലയുടെ ബോർഡർ ആയിട്ടുള്ള കൊപ്പത്തിനടുത്ത് കൈപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. സ്വന്തം മകൻ്റെ കർമ്മഫലം കൊണ്ട് സ്വന്തം പെറ്റുമ്മാക്ക് സ്വർഗത്തിലൊരു വീടൊരുക്കിയ ഒരു മകൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണാൻ പോണത്. കൂടുതലായിട്ട് ഒന്നും എനിക്ക് പറയാനല്ല, നേരെ നമുക്ക് ആ പൊന്നു മോനെ വീഡിയോയിൽ കൊണ്ടുവരാം. ഇതാണ് ആ മോൻ്റെ പേരെന്തേന്നു? ഹാനി മുഹമ്മദ് എന്നാണ്. 2 ദിവസം സോഷ്യൽ മീഡിയക്ക് തീയിട്ട ഒരു പൊന്നുമോനാണ് ഹാനി. വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീല്, അതൊക്കെ വന്നപ്പോൾ എന്ത് തോന്നി ഹാനി മോനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം വന്ന സമയത്ത്? ഞാൻ വിചാരിച്ചില്ല ഇത്ര വൈറലാവെന്ന് വിചാരിച്ചില്ല. ഒരുപാട്, കാരണം സോഷ്യൽ മീഡിയക്ക് തീയിട്ടെന്ന് ഞാൻ വെറുതെ പറയല്ലോ. ഒരുപാട് ഉമ്മമാരെ വാട്സപ്പ് സ്റ്റാറ്റസ്, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറികൾ, കോടിക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത് അല്ലേ? അത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ഇല്ല? പാരന്റ്സ് അറിഞ്ഞിട്ടില്ല. ഇല്ല. അതെങ്ങനെയായിരുന്നു ആ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? മോട്ടീവ് ഇവിടെ ഹിയ ക്യാമ്പ് പറഞ്ഞൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ആ ക്യാമ്പിന്റെ ഉള്ളടക്കം? എന്താണ് ആ ക്യാമ്പ് 3 ദിവസം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക. അതിന്റെ ഉദ്ദേശം ദിക്ർ സലാത്ത് ഒക്കെ ആയിട്ട്. അപ്പൊ അന്ന് ചായ കുടിക്കാൻ വന്നപ്പോഴായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാണ്ട് എന്നെ കൂട്ടി കൊണ്ടുപോകും. ഉമ്മാക്ക് ഇതൊന്നും അറിയില്ല? ഇല്ല, അമ്മക്കൊന്നും അറിയില്ല. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഉമ്മാക്ക് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു മതപരമായിട്ടുള്ള ആ ഒരു ക്യാമ്പിന്റെ ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തതാണ്. അതിൽ ഹാനിമോൻ പറയുന്നുണ്ട്, ഉമ്മാക്ക് ഞാൻ സ്വർഗത്തിലൊരു വീട് ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു വാക്കാണ് കേരളക്കരയിലെ മിക്കവാറും ഉമ്മമാർക്ക് സങ്കടം വന്നത് അല്ലേ? എല്ലാവരും അത് കേട്ടിട്ടാണ്, അല്ലെങ്കിൽ ഇവൻ നിന്റെ ഉമ്മ വരെ കരയണത് ആ ഒരു സംഭവം കേട്ടിട്ടാണ്. അത് എങ്ങനെയാണ് ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിയത്? ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ്. ദുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ തഹജ്ജുദൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ആള് പ്രാർത്ഥിച്ചാൽ എന്തും കിട്ടുമെന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം. ആ അടിസ്ഥാനത്തിലാണ് ഹാനിമോൻ പറഞ്ഞത് എന്ത്, ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു സ്വർഗം അല്ലേ പണിതു എന്നുള്ളത്, സ്വർഗത്തിലൊരു വീട് പണിതു എന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ മക്കൾ, ഇപ്പം നമുക്കറിയാലോ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. പല സ്ഥലത്തുകളും പല ന്യൂസും, പേടിപ്പെടുത്താൻ ന്യൂസ് നമ്മൾ കാണലുണ്ട് അല്ലേ? മോൻ തന്നെ കാണല്ലേ ന്യൂസിലൊക്കെ? മകൻ പിന്നെ വാപ്പാനെ കൊന്നു, അല്ലെങ്കിൽ മകൻ ഉമ്മാനെ കൊന്നു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലും, ഇത്രയും പുരോഗമന ചിന്താഗതിയുള്ള ഈ ഒരു കാലഘട്ടത്തിലും ഇതുപോലത്തെ മക്കളാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം. അപ്പോൾ ഹാനിമോന് ഇവിടെ പഠിക്കുന്ന കോഴ്സ് ഏതാ? അൽഫാത്തിഹി പറഞ്ഞൊരു കോഴ്സ്. അൽഫാത്തിഹി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അതിൽ അക്കാഡമിക്സും ഉണ്ട്, ഇസ്ലാമിക് സ്റ്റഡീസും ഉണ്ട്. ഭാവിയിൽ ഇവിടുന്നൊക്കെ പഠിച്ച് ഭാവിയിൽ പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു സംഭവം ഹാനിമോൻ എന്താവണം എന്നാണ് ആഗ്രഹം? ഡോക്ടർ ആവണം എന്നാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇത്രയും നല്ല പോസിറ്റീവ് എനർജി ഇല്ല, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വിശാലമായി കാഴ്ചപ്പാടുള്ള ഒരു മകൻ കൂടിയാണ് കേട്ടോ. എത്ര വയസ്സായി ഇപ്പോൾ പറഞ്ഞേ? 11 വയസ്സ്. സ്വന്തം വീട് എവിടെയാണ്? സ്വന്തം വീട് കോഴിക്കോട് ജില്ലയിലെ കറക്റ്റ് എവിടെയാണ്? അരീക്കാടാണ് അല്ലേ സ്ഥലം? ടൗണിൻ്റെ അടുത്ത്. നമ്മൾ അരീക്കാട് എന്ന് പറയുമ്പോൾ നമ്മളെ മീൻചന്ദ്രയ്ക്ക് അടുത്ത് അരീക്കാടല്ലേ? ആ തന്നെ. അപ്പോൾ മീൻചന്ത സ്വദേശി, അരീക്കാട് സ്വദേശിയാണ് ഹാനിമോന്. വാപ്പാക്ക് എന്താ ജോലി? വാപ്പാക്ക് ഇവിടെ അൽഹിന്ദ് ട്രാവൽസ്, കോഴിക്കോട് തന്നെയാണ് അല്ലേ? ഉമ്മ വീട്ടമ്മയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മകനെ തേടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഞാനിത് ഇവിടെ വലിയൊരു ക്യാമ്പസിലാട്ടോ. ഇവിടെ പഠിപ്പിക്കുന്ന മതപരമായിട്ടും അല്ലെങ്കിൽ ഭൗതികപരമായിട്ടും ഒരുപാട് കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. ആ കോഴ്സുകളെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. കോഴ്സുകളെ കുറിച്ച് വിശദീകരിക്കാൻ ഹാനിമോൻ്റെ ഉസ്താദ് ഇവിടെ ഉണ്ട്. നമുക്ക് നേരെ ഉസ്താദിൻ്റെ വാക്കുകളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഹാനിമോൻ്റെ ഉസ്താദ്. ഉസ്താദിൻ്റെ പേരെങ്ങനെയായിരുന്നു? അൻവർ സ്വാദിഖ് ഹുദവി. ചെമ്മാട് ദാറുൽ ഹുദയിൽ നിന്ന് ബിരുദെടുത്ത ആളാണ്. ഇവിടെ നമ്മുടെ ഹാനിമോൻ പറഞ്ഞു ഇവിടെ അൽഫാത്തിഹി എന്ന് പറയുന്ന ഒരു കോഴ്സാണ് പഠിക്കുന്നത്. എന്തൊക്കെയാണ് ആ ഒരു കോഴ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവം? അൽഫാത്തിഹി കോഴ്സ് എന്ന് പറയുമ്പോൾ സൈത്തൂനിന്റെ വളരെ പുതിയതായിട്ട് അവതരിപ്പിച്ച 2 വർഷം പിന്നിടുന്ന കോഴ്സാണ്. വളരെ സമഗ്രമായി മതവും ഭൗതികവും ഒക്കെ വളരെ വിശാലമായി ഒരു 7 വർഷത്തെ ഭയങ്കര സ്കിൽഡായി കുട്ടികളെ കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് അൽഫാത്തിഹി കോഴ്സ് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പഠിച്ച് എൻട്രൻസ് പോലത്തെ എൻട്രൻസ് എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ പ്രിപ്പയർ ആക്കുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ, നാഷണലായ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ ഉപരിപഠനം നടത്താൻ മാത്രം പ്രാപ്തരായ വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലസ് അവർക്ക് ഭാഷ, അറബി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവരെ ഇമ്പ്രൂവ് ചെയ്യിക്കുക. ഇതൊക്കെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പം ഒരു 7 വർഷം കൊണ്ട് ഇപ്പോൾ മദ്രസ കഴിഞ്ഞ് +2 കഴിയുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ മദ്രസ കഴിഞ്ഞിട്ട് എത്രാമത്തെ കറക്റ്റ് ഷാർപ്പ് എത്രാമത്തെ വയസ്സിലാണ് ജോയിൻ ചെയ്യുന്നത്? 11.5 വയസ്സ് കഴിയുന്ന 11 വയസ്സ് മുതലാണ് കുട്ടികൾ ഉണ്ടാവുക. ഈ ഒരു സൈത്തൂൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്യാമ്പസ് ഇത് ഏത് ഒരു ഇതിന്റെ റൺ ബൈ ഏതിന്റെ ഇതിലാണ് വരുന്നത്? ജെയ്ത്തൂന്റെ മാനേജ്മെന്റ് തന്നെ മാനേജ്മെന്റ് ആണ് നടത്തുന്നത്. അപ്പൊ കണ്ണൂര്, അതുപോലെ തന്നെ ഇവിടെ കൈപ്പുറം, പിന്നെ പാങ്
3 ബ്രാഞ്ചസ്. ഈ 3 ക്യാമ്പസാണ് ഇപ്പൊ നിലവിൽ സൈത്തൂനുള്ളത്. ഓക്കെ. അപ്പൊ കൈപ്പുറത്താണ് അൽഫാത്തിഹിന്റെ കോഴ്സ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇവിടെ കൈപ്പുറം എന്നൊരു സ്ഥലത്താണ്. വേറെ മറ്റുള്ള കോഴ്സുകൾ എന്തൊക്കെയാണ് സൈത്തൂൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫാത്തിഹ് എന്നല്ലാതെ? അൽഫാത്തിഹ് സ്പെഷ്യൽ കോഴ്സ് ആയിട്ട് ഇങ്ങനെ അക്കാദമിക്സും ഭൗതികവും അതും തമ്മിൽ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ് അൽഫാത്തിഹിൻ്റെത്. നിലവിൽ ഇവിടെ ഹയർ സെക്കൻഡറി ഒരു +1 +2 അതുപോലെ തന്നെ ZJP 8, 9, 10 സ്പെഷ്യൽ സൈത്തൂന്റെ തന്നെ സ്പെഷ്യലായ കോഴ്സുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിലുള്ളത്. CBSE ബേസിലാണ് സ്കൂളിന്റെ സിലബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ HS-ലാണെങ്കിലും അതുപോലെ തന്നെ ZJP-ലാണെങ്കിലും ഇസ്ലാമിക വിഷയങ്ങളും കൊടുത്ത് നമുക്ക് ആ ഒരു രൂപത്തിൽ അവരെ കൊണ്ടുവരുന്ന തരത്തിലും ആണ് സിലബസ് സജ്ജീകരിച്ചിട്ടുള്ളത്. അഥവാ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് നല്ല ചട്ടക്കൂട്ടിൽ വളർത്തെടുക്കുക എന്നുള്ളതാണ് ആകെ മൊത്തം സൈത്തൂൻ ഇന്റർനാഷണൽ ക്യാമ്പസിന്റെ ഒരു ഇതിലെ ഒരു ലക്ഷ്യം. അതാണ് അതിന്റെ ഒരു പിന്നെ സമീപകാലത്ത് വൈറലായ ഒരു വിദ്യാർത്ഥിയാണ് ഈ മോനി എന്ന് പറയുന്നത്. ആ വീഡിയോ നിങ്ങൾ പിന്നെ ഉമ്മയൊന്നും അറിയാതെ ക്രിയേറ്റ് ചെയ്തതാണ്? അതായത് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ലാതെ റിഹേഴ്സൽ ചെയ്യാതെ വളരെ ലൈവായിട്ട് നടന്നൊരു കോളാണത്. അപ്പൊ ഹാനി സാധാരണ ഉമ്മാക്ക് വിളിക്കുന്ന പോലെ വിളിക്കുന്നു. ഒരുപാട് മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് ഉമ്മ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിലൊരു വീട് പണിതു എന്നാണ്. അതിന്റെ ഒരു ചരിത്രം അങ്ങനെയല്ലേ? ലുഹാ നിസ്കാരം, അതായത് എന്താ പറയാ, വാതിലുകളും ഒരുപാട് എന്താ പറയാ സ്വർഗീയമായിട്ടുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. അപ്പൊ അതിൽ പെട്ട ഒന്നാണ് ലുഹാ നിസ്കരിക്കുന്നവർക്ക് ഉണ്ടാവുന്ന ഒരു കൊട്ടാരം പണിയാന്നുള്ളതൊക്കെ. ഇപ്പൊ ചിലപ്പോൾ കേൾക്കുന്ന സമയത്ത് ഫാന്റസി ആയി തോന്നൊക്കെ, പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം ലഭിക്കുക, സ്വർഗത്തിൽ അങ്ങനെ അനുഗ്രഹം ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ ശരിക്കും എന്താ പറയാ ആത്മീയമായ കൊതിക്കുന്ന ഒരു സാധനം. അപ്പൊ അത് എന്താ പറയാ ഹാനിമാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ഉണ്ടാവുന്ന എല്ലാവർക്കും ഈവൻ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അത്രയും മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി, അതുകൊണ്ടാണ് ആ വീഡിയോ അത്രയും വൈറലായി എനിക്ക് തോന്നുന്നത്. കാരണം നൊന്ത് പ്രസവിച്ച ഏത് ഉമ്മയും കേൾക്കാൻ, ഒരു സ്വന്തം മകന്റെ കയ്യിൽ നിന്ന് വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ച ഒരു വാക്കാണ്. നമ്മളാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അതെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുള്ള ഒരു കാലം എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര തന്നെയാണ്. അത് ഈ പുരോഗമന കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഉമ്മ സ്വന്തം മകന്റെ കൈകൊണ്ട് ഉമ്മ കൊല ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധമാണ് ആ വാക്കുകൾ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് സൈത്തൂന്റെ വിശേഷങ്ങൾ. ഇങ്ങനത്തെ കോഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു മോനെയും അതേപോലെ തന്നെ ഈ ഒരു സൈത്തൂൻ എന്ന് പറഞ്ഞ ക്യാമ്പസിന്റെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ ഞങ്ങൾക്കൊരു അവസരം തന്നതിൽ ഉസ്താദ് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും തൽക്കാലം വീഡിയോ നിർത്തുകയാണ്. ഹാനിമാനൂർ എല്ലാവർക്കും ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞേ. ബൈ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.